നേരം ഗെറ്റ് റെഡി വിത്ത് മീ ആയതൊന്ന് റെഡി ആവാം. അപ്പോൾ ഇത് എൻ്റെ സ്കിൻ പ്രെപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മേക്കപ്പ് ഇടുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു ടോണർ ഇട്ടു, അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ ഒരു സൺസ്ക്രീൻ, അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രൈമർ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നല്ലോണം സ്കിൻ പ്രെപ്പ് ആയിട്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ ഷോർട്ട്സ് ആയിട്ട് ലോങ് ആയിട്ട് ഇടുന്നില്ല. നിങ്ങൾക്ക് ലോങ് വീഡിയോ വേണമെങ്കിൽ എന്തായാലും കമൻസിൽ പറയണേ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ റെവല്യൂഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡാക്കി കൊടുത്തത്. ബ്ലെൻഡിങ്ങിലാണ് പകുതി കാര്യമെടുക്കുന്നത്. നിങ്ങൾ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ ഈ ഫിനിഷിങ് ലുക്ക് പ്രോപ്പറായിട്ടും കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മാക്സ് ഫാക്ടറിൻ്റെ ഒരു ലിപ് ലൈനറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചില സമയത്ത് ഞാൻ ലിപ് ലൈനർ മാത്രം അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കും കൂടി കോംബോ ചെയ്യാറുണ്ട്. പെട്ടെന്ന് പോണ സമയത്താണ് ലിപ് ലൈനർ മാത്രം ഇടുന്നത്. അത് നല്ല ഷെയ്ഡാണ് കേട്ടോ, എല്ലാ സ്കിൻ ടോണും ചേരുന്നൊരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, നല്ലൊരു ഷെയ്ഡാണ്. ഒരു ഇതിനേക്കാളും ഇത്തിരി ബ്രൗണിഷാണ് ഇത്. ഈ ലൈറ്റിൽ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തിരി ഇതിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒരു ബ്രൗൺ ഷെയ്ഡാണ്, നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ലിപ് ലൈനർ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടില്ല, അതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് എൻ്റെ മേക്കപ്പ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഒരു സെറ്റിംഗ് സ്പ്രേ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതും മാക്സ് ഫാക്ടറിൻ്റെ ആണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. ബട്ട് ഇതിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നത് വെച്ചാൽ എനിക്കെൻ്റെ സ്മെല്ല് അധികം ഇഷ്ടമില്ല. അതേപോലെ ഞാൻ മെബ്ലിൻ്റെ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കാറുണ്ട്. അത് അടിപൊളിയാണ്. അതിൻ്റെ സ്മെല്ലൊന്നും വല്ലാണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അതുപോലെ ഇഷ്ടമല്ല. പക്ഷേ സംഭവം അടിപൊളിയാണ്. നിങ്ങൾ ആരിത് കണ്ട് പേടിക്കരുത്. എൻ്റെ ബ്ലഷാണ്, ക്യാരറ്റ് കോസ്മെറ്റിക്സിൻ്റെ ആണ്. പിന്നെ അത് ഞങ്ങൾ യൂസ് ചെയ്യേണ്ട പോലെ ഇരിക്കും. അതിൻ്റെ പെട്ടിയൊക്കെ ഇരിക്കുന്നത് അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ട് ബോക്സൊക്കെ ഇത്തിരി ചീത്തയിൽ പോയി. ബട്ട് സംഭവം അടിപൊളിയാണ്. ഒരു 3 മാസം മുന്നേ വാങ്ങിച്ചതാണ് ഈ സംഭവം. അപ്പോൾ അതൊക്കെ പതുക്കെ ഞാൻ ബ്ലഷിൻ്റെ ഉരയ്ക്കുന്നില്ല, ഞാൻ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നില്ല ആ ബ്രഷ് കൊണ്ട് തന്നെ. ഞാൻ അതുകൊണ്ട് ആ ബ്ലഷ് കൊണ്ട് തന്നെ ഐ ഷാഡോ പോലൊന്ന് ചെയ്ത് കൊടുത്തോട്ടോ. വേറെ ഐ ഷാഡോ ആക്കി മടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് കോസ്മെറ്റിക്സിൻ്റെ ലാഷ് ബൂസ്റ്റ് എന്ന് പറഞ്ഞ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസ്കാര ഇടുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യുന്നത് വെച്ചാൽ ഈ കണ്ണിൻ്റെ മണ്ടേമയാവും എൻ്റെ ഈ മസ്കാര. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് പോലെ നമുക്ക് കോട്ടിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും സിംഗിൾ കോട്ടാണ് ഇടാറ്. അത് കുറച്ചും കൂടി ലാഷസിന് നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. അടുത്ത് ഞാൻ എടുത്തേക്കുന്നത് ഐലൈനർ പെന്നാണ്. അതും മെബ്ലിൻ്റെ ആണ്. നല്ലൊരു അടിപൊളി എനിക്കിഷ്ടപ്പെട്ടൊരു ഐ ലൈനർ പെന്നാണ്. എൻ്റെ അമ്മ ചീത്ത പറയും കണ്ണെഴുതിയില്ലെങ്കിൽ, എപ്പോഴും ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ ഒരു വാലിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ അമ്മയുടെ സമാധാനത്തിന്. പിന്നെ എനിക്ക് എന്തോ ഞാൻ എൻ്റെ ഒരു ഫ്ലെക്സായിട്ട് ഞാൻ പറയുന്നില്ല, ബട്ട് എനിക്ക് ലൈനിങ് ഒക്കെ ചെയ്യാൻ പെട്ടെന്ന് ടം ഞാൻ ചെയ്യും, പെട്ടെന്ന് ചെയ്യും. ഞാൻ കുഞ്ഞിലേ മുതൽ ഇങ്ങനെ കണ്ണ് എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ടൊക്കെ എൻ്റെ അമ്മ ഐലൈനർ കുപ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പൊട്ടും കണ്ണും ഒക്കെ വരച്ച് വൃത്തികേടാക്കി ആ കുപ്പി ഒരാഴ്ച കൊണ്ട് തീർത്തിട്ടേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ മുടിമത്തെ പരിപാടി തുടങ്ങി കേട്ടോ. മുടിയൊക്കെ നമ്മുടെ സെറ്റാക്കി കഴിയുമ്പോൾ ഭംഗി ശരിക്കും വരും. നമ്മുടെ മേക്കപ്പ് ചെയ്തതിൻ്റെ ഭംഗി ശരിക്കും മുടിയൊക്കെ കെട്ടി കഴിയുമ്പോൾ മനസ്സിലാവുക കേട്ടോ. അപ്പോൾ എൻ്റെ ലോങ് ഹെയർ ആയിട്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈലാണ് സ്ലിക്ക് ബൺ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു